ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അൽഹംദുലില്ലാ സോ ഫാർ കുഴപ്പമൊന്നുമില്ല. അവിടെയും ഇവിടെയും ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ടെങ്കിലും മീഡിയയിലൊക്കെ കാണുന്ന അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്നാലും ചെറുങ്ങനൊക്കെ ഉണ്ട്. ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എസ്പെഷ്യലി ജി സി സിയിലുള്ള ആൾക്കാരൊക്കെ സേഫായിട്ടിരിക്കുക. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് ഒരു ഇഫ്താർ വ്ളോഗാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കണ എന്താണ് ഇഫ്താറിൽ ഉണ്ടാക്കണേ എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സോ വൺസ് അഗെയിൻ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പെറുക്കാൻ നമ്മൾ കുഞ്ഞിപ്പത്തലാണ് ഉണ്ടാക്കുക. കുഞ്ഞിപ്പത്തൽ ഉണ്ടാക്കുമ്പം ഏറ്റവും മെനക്കെട്ട പണിയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കൽ, ഈ ഉണ്ട സാധനം ഉണ്ടാക്കി. ഞാനും ഉമ്മയും കൂടിയാണ് ഇതിങ്ങനെ റൗണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല പല ഷേപ്പിലൊക്കെയാണ് ഉള്ളത്. അതൊന്നും നോക്കണ്ട, എങ്ങനെ അതിൽ ഉള്ളിൽ പോയൊക്കെ ഒരേ മരി. അപ്പോൾ കുഞ്ഞിപ്പത്തലിനുള്ള ഇഡ്ലിച്ചമ്പ് ഇതാ ഞാൻ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഞാൻ ചിക്കൻ ഒന്ന് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തുണ്ടായിരുന്നു. നമ്മളിന്ന് ഇറാനി പോളാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ അതാ ഞാൻ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി കട്ട് ചെയ്യാണ്. ഇറാനി പോളൻ്റെ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഹൈസിൻ വന്നിട്ട് ഈ ട്രൈപോഡ് എടുത്ത് കളിക്കുന്നത്, ഇളക്കി കളിക്കുന്നത്. അതാണ് ഇത് ഇങ്ങനെ കിടന്ന് കളിക്കണത് കേട്ടോ. ഓനെ ഞാൻ ഇപ്പം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇറാനി പോളക്കുള്ള മസാല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഈ മസാല ഉണ്ടാക്കാൻ ചിക്കൻ തന്നെ വേണമല്ല കേട്ടോ, മട്ടനോ ബീഫോ എന്തായാലും കുഴപ്പമില്ല. അപ്പം മസാലക്കുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഇവിടെ ദാ കുഞ്ഞിപ്പത്തൽ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ബാച്ചാണ്. എൻ്റെ കയ്യിൽ ചെറിയ സ്റ്റീമറായിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഓരോ ബാച്ച് ആക്കിയിട്ട് ഞാനിങ്ങനെ എല്ലാം സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇറാനി പോളക്കുള്ള മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഇതിൽ ഈ പൊടി തന്നെ ഇടണമെന്നോ അല്ലെങ്കിൽ ഈ മസാല പൗഡർ മാത്രം ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റി ആയിട്ട് തോന്നും നല്ലൊരു മസാല ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകും ഇഞ്ചും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാട്ടാൻ വെച്ചതാണ്. നല്ലോണം വാടി കുഴയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇതെല്ലാം ആവശ്യത്തിന് ഇട്ടിട്ട് ഉപ്പും ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ചിക്കനും ആഡ് ചെയ്യാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഷ്രെഡ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി മല്ലിയില കൊത്തിയരിഞ്ഞിട്ട് അതും കൂടെ ഇട്ടാൽ നമ്മളെ മസാല റെഡിയായി. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് മൈദ, മുട്ട, പാല്, ഉപ്പ്, കുരുമുളക് ഈ വക സാധനങ്ങളെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഭയങ്കര തിക്കുമല്ല ഭയങ്കര തിന്നുമല്ലാത്തൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ഈ മസാല ഉണ്ടാക്കിയ സെയിം പാനിൽ തന്നെയാണ് ഇറാനി പോള ഉണ്ടാക്കുന്നത്. ഇറാനി പോള ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് സോസ് പാൻ ആണ്. അതാവുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഭയങ്കര സ്ട്രൈറ്റ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ സൈഡ് വേണ്ട കുറച്ച് കേർവ്ഡ് ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ അതാ നമ്മളെ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഓയിലോ ബട്ടറോ ആഡ് ചെയ്തിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി നമ്മളെ ബാറ്റർ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് കുക്കാൻ വേണ്ടി ആവശ്യമില്ല, ഒരു 2 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല ഫുള്ള് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകൾക്ക് നമ്മളെ ബാക്കിയുള്ള ആ ഒരു ബാറ്റർ ഫുള്ള് ഒഴിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. ഫുൾ ഭാഗവും ഇങ്ങനെ ഒഴിച്ച് കവർ ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ പരിപാടി. സംഭവം സിമ്പിളാണ്. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 30-40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ ഇതേപോലെ ഒരു പാന് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ, അല്ലാഞ്ഞാൽ അടിയിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോഴേക്കും ഇതാ നമ്മളെ കുഞ്ഞിപ്പത്തൽ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അതിൽ കൊയ്ക്കാനുള്ള ബീഫ് കറിയാണ് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി നമ്മളെ അടുത്ത ടാസ്ക്കാണ് ജ്യൂസ് അടിക്കൽ. ഇന്ന് നമ്മൾ സ്ട്രോബെറി ജ്യൂസ് ഉണ്ടാക്കുന്നത്. ഈ സ്ട്രോബെറി വാങ്ങുമ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂടും ചെയ്യും. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ പുതിയ നമ്മളൊക്കെ ഉണ്ടാക്കാനും പറ്റും. ഇന്ന് ജ്യൂസ് അടിക്കാൻ നമുക്കൊരു ഹെൽപ്പറും കൂടി ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഹൈസിനെ കാണാഞ്ഞിട്ട് കുറേ ആൾക്കാരൊന്നുമല്ല, ഒരു 3-4 ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓനെവിടെ മോനെവിടെ എന്നുള്ളത്. ഹൈസ് ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ഓനെ വീഡിയോ എടുക്കണമെങ്കിൽ ഓനൊരു മൂഡ് വേണം. ഇന്നിപ്പോൾ നല്ല മൂഡായതുകൊണ്ട് ആശാന് അടുക്കളയിലൊക്കെ വന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാണ്. അല്ല ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിരില്ല കേട്ടോ, അതാണ് മെയിൻ. അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ ഒന്നും അധികം കാണാഞ്ഞത്. അങ്ങനെ നമ്മളെ ഹൈസ് ഉണ്ടാക്കിയ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഇറാനി പോൾ എന്തായെന്ന് നോക്കാം. ഒരു കത്തി എടുത്ത് കുത്തി നോക്കിയപ്പം വലിയ കുഴപ്പമൊന്നും കണ്ടില്ല. കുറച്ചു നേരം കൂടി വെച്ചിട്ട് നമുക്ക് ഏതായാലും ഇത് സെർവ് ചെയ്യാം. ഇവിടെ അമ്മ ദാ കുഞ്ഞിപ്പത്തലിനുള്ള അരപ്പൊക്കെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ തേങ്ങയും ജീരകവും
ചെറിയുള്ളി ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോഴത്തേനും ഞാൻ ടേബിളിലേക്കെല്ലാം കൊണ്ടുവന്ന് ഇന്ന് വീട്ടിൽ നിന്ന് മഗ്‌രിബ് നിസ്കരിച്ചിട്ട് നമ്മൾ ഇഷാക്കും തറാവീക്കും ഒക്കെ വേണ്ടിയിട്ട് ഹർമിലേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി ഇഫ്താർ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കും. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആൻഡ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അണ്ടിൽ ദെൻ മാസലാമ.